ഹലോ, ഗ്രീൻ പ്രൊഡക്റ്റിൻ്റെ എയർവിൻ്റെ ഗ്രാവിറ്റി ഫോൺ മൗണ്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന്. സ്പെസിഫിക്കേഷൻ മെറ്റൽ അലുമിനിയം അലോയ് എഴുതിയിട്ടുണ്ട് കേട്ടോ. PC+ABS സിലിക്കോൺ. ഡയമെൻഷൻ എഴുതിയിട്ടുണ്ട്. മാനുഫാക്ചർ യുഗ്രീൻ ഗ്രൂപ്പ് ലിമിറ്റഡ്. ചൈന പ്രോഡക്റ്റാണ് കേട്ടോ. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ ബോക്സ് തുറന്നു കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ ലൈറ്റ് കിട്ടും. ഇങ്ങോട്ട് വയ്ക്കാം. അടുത്തന്നെ തുറന്നു കഴിയുമ്പോൾ ഇതിലാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഐറ്റം. അതിനൊരു മാനുവലുണ്ട്. നെക്സ്റ്റ് എംറ്റി ആട്ടോ. ഇതാണ് ബോക്സ്. ഓക്കെ, നമ്മളത് ബോക്സ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു എൻ്റെ മാനുവൽ കിട്ടും കേട്ടോ. എയർവിൻ്റെ ഗ്രാവിറ്റി ഫോൺ മൗണ്ട് മോഡൽ LP130 ആണ്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇതിലുള്ളത്. പാക്കേജ് കണ്ടൻറ്റ് 1 ഗ്രാവിറ്റി മൗണ്ട്, എയർവിൻ്റെ ഹുക്ക്, ക്ലിപ്പ് ആൻഡ് 1 യൂസർ മാനുവൽ. എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത് കേട്ടോ. ഓക്കെ, ഓപ്പൺ ആക്കി നോക്കാൻ കഴിയുമ്പോൾ ഇങ്ങനെ യുഗ്രീൻ്റെ ഒരു പ്രൊഡക്റ്റ് ഫോൺ മൗണ്ടിങ് കാണാൻ പറ്റും. ഇങ്ങനെ ഓക്കെ, ദെൻ മൗണ്ടിങ് ആണ്. കാർവിൻ്റെ മൗണ്ടിങ് ആണ്. ഇതിന് പ്രത്യേകത എന്ന് പറയുമ്പം ഇതിന് ലോക്ക് വരുന്നുണ്ട് കേട്ടോ. ലോക്കാണ് ഇതിൻ്റെ പ്രത്യേകത. അതിങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ലോക്കിംഗ് മൗണ്ട് ഇങ്ങനെ നീങ്ങി വരുന്നതായിരിക്കും. ഓക്കെ, നമുക്കത് എയർവിൻ്റെ ലോക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് തിരിച്ചാൽ മതി. ഇത് ഫിറ്റ് ചെയ്യേണ്ട വിധം നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി കേട്ടോ. അത് ഫിക്സ് ആവും. ഓക്കെ, ഇതാണ് യുഗ്രീൻ്റെ എയർവിൻ്റെ ഗ്രാവിറ്റി ഫോൺ മൗണ്ട്. നമുക്കിതിൽ ഫോൺ വെച്ചു. ഓക്കെ, ഇതിപ്പം ആപ്പിൾ 40 Pro Max ആണ്. നമുക്ക് വെച്ചിട്ട് ഫിക്സ് ആവുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയായിരിക്കും കേട്ടോ. അങ്ങോട്ട് ഈസി ആയിട്ടാട്ടോ നമുക്ക് വെക്കാൻ പറ്റുന്ന വെക്കാൻ എടുക്കാൻ. ഫോൺ ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഫോൺ ഈസി ആയിട്ടാണ് അതിന് ഹോൾഡ് ആവുന്നത്. ഈസി ടേക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. യുഗ്രീൻ എയർവിൻ്റെ ഗ്രാവിറ്റി ഫോൺ മൗണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ നിന്ന് വാങ്ങാം കേട്ടോ. ഓക്കെ, താങ്ക് യു.